ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ കോമ്പൗണ്ട്. കോമ്പൗണ്ടിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു കുന്നും പ്രദേശത്തിൻ്റെ അടിയിലാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു കുന്നും പ്രദേശത്ത് നിന്ന് താഴത്തേക്ക് വരുന്ന വെള്ളം മൊത്തം വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ മഴ കുറവായതുകൊണ്ടാണ് ഇത്ര വെള്ളം. ഒരു ഒട്ടുമിക്ക വെള്ളവും ഈ വീട് വഴി നമ്മുടെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ വീടിൻ്റെ അവിടേക്ക് വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ ആ വെള്ളം വരുന്നത് മൊത്തം അവരുടെ വീട്ടിലേക്ക് വരും. അതിനുശേഷം ആ വെള്ളം മൊത്തം നമ്മുടെ തൊടിക്ക് വരും. കണ്ടോ, ഒഴുകി വരുന്ന വെള്ളം. അപ്പോൾ ഈ വെള്ളം മൊത്തം നമ്മുടെ തൊടിയിൽ സ്റ്റോറായി നിൽക്കുകയാണ്. നമ്മുടെ ഈ ഒരു വഴിയിലൊക്കെ കല്ലിട്ട് ഉയർത്തിയ കാരണം കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ആ വെള്ളം പോവില്ല. പിന്നെ തൊട്ടപ്പുറത്തെ സ്ഥലം, ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ കമ്പി വീട് കെട്ടിയ സ്ഥലം, ആ സ്ഥലത്തേക്ക് വെള്ളം പോകാൻ നമ്മൾ എന്തെങ്കിലും ഓവോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഓവോ ഒന്ന് അടച്ചിടും. ഓക്കെ, ഈ വീട് വഴി പോകുന്ന ഒരു ഡ്രൈനേജ് നമ്മുടെ വാർഡ് മെമ്പർ മുഖേന നമുക്കൊരു ഡ്രൈനേജ് പദ്ധതി കിട്ടിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചിലവിട്ടിട്ടാണ് ആ ഒരു ഡ്രൈനേജ് കിട്ടിയിരിക്കുന്നത്. ഒരു വീട്ടിലും മാത്രം വെള്ളം പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്തായാലും. ഇനി അതങ്ങനെ അവസ്ഥ. ഇത് നമ്മുടെ വഴിയാണ് കേട്ടോ. നമ്മൾ കാറ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളെല്ലാം വരുന്ന, ഞങ്ങൾ രാത്രിയെല്ലാം നടന്നു വരുന്ന വഴിയാണ് ഈ ഒരു വഴി. ഈ ഒരു വഴിയിൽ ഈ ഒരു വേലി, അത് ഭയങ്കര പ്രശ്നം നിറഞ്ഞ വേലിയാണ്. ഇത് നമ്മൾ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ലാന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യട്ടെ. ഇതൊക്കെ കാണിക്കുന്നത് വളരെയധികം എന്താ പറയുക, നമ്മൾ എത്ര പറഞ്ഞിട്ടും എത്ര മനസ്സിലാക്കി കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വഴി കൂടെ കാറ് കൊണ്ടുവരുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഈ വേണ്ട ഒരു അവസ്ഥ നിൽക്കാതെ. ഇത് നമുക്ക് മിണ്ടിയ തെറ്റാനുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു അയൽവക്കം നമുക്കുണ്ട്. ഈ ഒരു വെള്ളം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളം നിൽക്കാതെ എന്തോ ആയിക്കോട്ടെ, അത് പിന്നെ സഹിക്കാം. നമുക്ക് കാർ ഇവിടെ ഇറക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ടിപ്പർ വരെ കയറിയിട്ടുണ്ടായിട്ടുണ്ടാണ് ആ വീടിൻ്റെ ഉള്ളിൽ. അതായത് നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് ടിപ്പറും സാധനങ്ങളെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര എന്താ പറയുക, ശോകമായ അവസ്ഥ എല്ലാം കൊണ്ട്. നമുക്കിത് എങ്ങനെ കൺവിൻസ് ചെയ്ത് ചേർന്ന് അറിയുന്നില്ല. ഇത് ഞാൻ ഇന്നും ഒന്നിനും തുടങ്ങിയൊരു പ്രശ്നമല്ല. ഇത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ എന്നാ വീട് സ്ഥലവും വാങ്ങിച്ചോ അന്ന് മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ഒരു അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അയൽവക്കത്തെ ഫ്രണ്ട്സുകളോ ഒരു ബന്ധങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഫാമിലിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മൾ ആ ഡ്രൈനേജ് കാണിച്ചാൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കുണ്ടുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അതായത് ഞങ്ങളുടെ 1-2-3 വീടുകൾ ഭയങ്കര കുണ്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കുണ്ടിച്ച് ഉയർത്തി. അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. ഈ വീട്ടിലൊക്കെ ശരിക്കും ആ ഒരു മതിൽ കെട്ടിയിട്ടില്ലേ, അത് വരെ വെള്ളം ഉണ്ടാവും. അവർ പൊന്തിച്ച് ഉയർത്തിയിട്ടുണ്ടല്ലോ അമ്പലത്തിന് വേണ്ടിയിട്ട്. അത്രയ്ക്കും വരെ വെള്ളം ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രൈനേജ് പദ്ധതി ഉണ്ടാവുക കാരണം കൊണ്ട് വെള്ളങ്ങളെല്ലാം നേരെ കനാൽ വഴി പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമുക്കും കൂടെ ഒരു ആക്സസ് ഇല്ലാതെ ആ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വീട്ടിൽ മാത്രം വെള്ളം പോകാൻ വേണ്ടിയിട്ടാണോ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെ എനിക്ക് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരറിയില്ല, ഒന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മളെന്തെങ്കിലും ഈ പഞ്ചായത്തിനോ എവിടെയെങ്കിലും പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ, നൂരാമല, അത് ഇത് നമ്മൾ പറഞ്ഞാൽ മാത്രം കേൾക്കാനും ഇല്ല, അനുസരിക്കാനും ഇല്ല. കണ്ടോ, ഇതാണ് ഈ സംഭവം. ഡ്രൈനേജ് നിർമ്മാണം കണ്ണൂരിലാണ് 10 ലക്ഷം രൂപ ചിലവിട്ടിട്ട് ചെയ്ത സംഭവം. എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് റീച്ച് ആവുന്നോ ഒന്നും എനിക്കറിയില്ല. നമ്മുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്താണ്, തൃശ്ശൂർ ജില്ലയിൽ വരുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം. അത് ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ അത്ര റീച്ചുള്ളൊരു യൂട്യൂബ് ചാനലല്ല. അതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ ഇത് കാണുമെന്നും എനിക്കറിയില്ല. ഈ ചാല് വഴി വെള്ളം നേരെ കനാലിലേക്കാണ് പോകുന്നത്.